ഗൈസ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ലാസ്റ്റ് മൊമെന്റിലേക്ക് ഫിംഗേഴ്സ് ക്രോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങിയെങ്കിലും എനിക്കിപ്പോ കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ കാത്തിരുന്ന ആ സുന്ദരി ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മള് ഈ എപ്പിസോഡ് തുടങ്ങുമ്പോ മുതല് നമ്മൾ ഇങ്ങനെ ഓരോ സ്കിറ്റ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ബ്രേക്ക് പോകുമ്പോഴും ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോഴും ആരായിരിക്കും ആ സുന്ദരി, അതാണോ നമ്മുടെ അടുത്തേക്ക് വരാൻ പോകുന്ന സുന്ദരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു. പക്രു ചേട്ടാ ഈ സ്പെക്സ് ഒന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം തൈലം തേച്ചവരുടെ അടുത്തേക്ക് സുന്ദരി എത്തും. ഞാൻ അപ്പോഴേ ചോദിച്ചാണ് ഒരു 2 തുള്ളി തരട്ടെ. വേണ്ട, കാണണ്ടേ ഇത് മറ്റേ ഈ ഒരുമിച്ചിരുന്ന് ഇത് പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ഇങ്ങനെയൊന്നും പറയണേ സാറ്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കും നിങ്ങൾ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. ബാക്കി കിട്ടിയിരിക്കുന്ന ഇവിടെ ഇൻഫർമേഷൻ പറഞ്ഞ പ്രകാരം ഒറ്റ സുന്ദരി ഇവിടെ വന്നിട്ടുള്ളൂ. ആ സുന്ദരി അത് ആരാന്ന് എനിക്കും അറിയില്ല. ഞാനും അതാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. തൈലത്തെ ഒരുപാട് കുറ്റപ്പെടുത്തി. അത് ആ ഒറ്റ സുന്ദരി വരുന്നു, വന്നതിന് ശേഷം ബാക്കി നമുക്ക് ഇടയ്ക്ക് പകുതി തുടച്ചു കളഞ്ഞായിരുന്നു. സൗന്ദര്യം കുറയോ അങ്ങനെ എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ഇതിന്റെ ഇടയിൽ ഇനി ഒരു ഇത് വേണ്ട. സുന്ദരി വന്നു കഴിഞ്ഞിട്ട് എന്റെ കോമഡി കട്ടാണ് സ്റ്റക്ക് ആയത്. അയ്യോ പറയടാ, കണ്ടിന്യൂ ചെയ്തോ? ഇല്ല പറഞ്ഞോ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ബ്രദേഴ്സിനെ പോലെയാണ്. അപ്പൊ ഇവര് ലൈഫിലേക്ക് ഒരാൾ വരും എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പ്രതീക്ഷ കൈവിടേണ്ട. അതും ഈ രീതിയിൽ വെച്ച് ഇങ്ങനെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ആ സുന്ദരി വരുന്നു, വന്നതിന് ശേഷം ഇതിപ്പോ ഒരു സുന്ദരിയാ വന്നിരിക്കുന്നത്, ഒറ്റ ഒരാളാ വന്നിരിക്കുന്നത്. ഒറ്റ ആളെ ഉള്ളെങ്കിൽ ആ പുള്ളിക്കാരത്തി സെലക്ട് ചെയ്യും. എനിക്ക് പ്രശ്നമില്ല. കാര്യം അണ്ണ എടുത്തോണ. വരട്ടെ. അല്ല ആദ്യം നിങ്ങൾ തമ്മിലല്ല, അവരാണ് തീരുമാനിക്കുന്നത്. അതെ ഓക്കെ. തങ്കച്ചേട്ടാ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടോ? ടെൻഷനുണ്ട്. കൈയൊക്കെ തണുത്തിരിക്കുന്നുണ്ടോ? ഹാപ്പി ഫോർ യു അഖിൽ. ശരി സ്പെക്സ് ഒരിക്കോ മക്കളെ, നിങ്ങൾ റെഡി ആണോ? കൊച്ചിനെ കാണണ്ടേ? അല്ല ഊരടാ തൽക്കാലം. സിഗരറ്റ് വലിച്ചാടി പോണാ. എനിക്ക് പേഴ്സണലി അറിയാം, കാരണം വർഷങ്ങളായിട്ട് തങ്കുച്ചേട്ടൻ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവമേ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോ ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ടാവും, ഒരുപാട് സുന്ദരിമാരുടെ മുഖങ്ങൾ വരുന്നുണ്ടാവും. അതിലേതെങ്കിലും ഒരു സുന്ദരിയാണോ വരാൻ പോകുന്നതെന്നുള്ള ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഇവരെ തേടി ആ സുന്ദരി ദാ ഇവിടെ എത്തിയിരിക്കുകയാണ്. സീരിയസ് ആയിട്ട് വരുന്നുണ്ടാ? ಇದು ನವ ಸುಮಶರವಲ ರೀತಿ ಸುಖ ನದಿಯಿಲೊರನುಪಮ ಶಲಭ ആലസം ഒരുങ്ങി വരൂ, ഉന്മാദം എന്നുള്ളിൽ തരൂ, മധുവിതു നുകരുക നീ, ഇതു നവ സുമശരവല ലഹരി. Ready? 1, 2, 3 and here you go. നിങ്ങളുടെ സുന്ദരി എത്തിയിരിക്കുകയാണ്. അയ്യോ മ്യൂസിക് ഇട്, മ്യൂസിക് ഇട്, മ്യൂസിക് ഇട്. സുഖ നദിയിലൊരനുപമ ശലഭ അങ്ങനെ ഡാൻസ് കളിക്കുന്നു. ആലസം ഒരുങ്ങി വരൂ, ഉന്മാദം എന്നുള്ളിൽ തരൂ, മധുവിതു നുകരുക നീ, ശരവല ലഹരി. പിന്നെ കുറവുകളൊന്നും കൂടി പോയാലേ ഉള്ളൂ. ഒരു സെക്കൻഡ് റേറ്റിംഗിന് ചെറിയൊരു കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി ആ ചിറ്റുകൊണ്ട് വരുമോ ഈ കൈ ഒന്ന് തല്ലി പൊട്ടിക്കാൻ? എന്നെ ഇഷ്ടമില്ലടാ കണ്ണാ. അതല്ല, എനിക്ക് കുഞ്ഞിക്കൂനൻ സിനിമ ഓർമ്മ വരും. നിങ്ങളെല്ലാ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയേ. ഇഷ്ടമില്ലടാ മുത്തേ. വിടൂടാ ഞാൻ കണ്ണാ. അല്ല ചേച്ചിന്ന് വിളിക്കാൻ പറ്റുമോ? അനീതി ആയിരിക്കാം, ക്ഷമിക്കണം എന്നോട്. നേരത്തെ തൈലം കൊണ്ടുവന്ന ആളല്ലെന്നേ പറയില്ല കേട്ടോ. എന്തായാലും ഇവരിൽ ആരെയാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് 2 പേര് ഇഷ്ടപ്പെട്ടു. ആണോ? ഷവർമ ആഗ്രഹിച്ചു നിന്ന എനിക്ക് ഉഴുന്നുകൂടെയാണല്ലോ കിട്ടിയത്. അല്ല അതിനു മുന്നേ ഈ ചേച്ചിക്കാരൻ ഒരു ക്വാർട്ടർ മേടിച്ചു കൊടുക്കണം. അമ്മാതിരി വിറയില് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാ. അല്ല പെണ്ണ് വരുമെന്ന് വെച്ചിട്ട് എവിടെ പെണ്ണ്? കുഴപ്പമില്ലടാ, എനിക്കിപ്പോ ഇച്ചിരി വിശപ്പ് കുറവുണ്ട്. അന്നല്ലേ വിശപ്പുള്ളത്. അല്ല എടുത്തോ. അല്ല നമുക്ക് ഹാലജൻ തന്നെ കിട്ടണമെന്ന് നിർബന്ധം പിടിക്കരുത്. എന്നാ മണ്ണെണ്ണ വിളക്കായാലും മതി. എന്തായാലും ഞാൻ ഒരു 0 വോൾട്ട് ബൾബെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നു. എന്നെ ഇഷ്ടപ്പെട്ടില്ലേ?
അല്ല ഞങ്ങളൊരു സുന്ദരി പെൺകുട്ടീനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അതെ, അതെ. ചേട്ടനെ അല്ല പ്രതീക്ഷിച്ചിരുന്നത്. ഞാനൊരു കച്ചവടം നടത്തുമ്പോൾ അടിയിലായിരിക്കും. കുറെ പെണ്ണുങ്ങൾ നോക്കി വന്നില്ല. അപ്പൊ ഞാൻ തന്നെ പെണ്ണായിട്ട് വന്നു. ഇഷ്ടപ്പെട്ടില്ല. അതെ, ഗ്യാരണ്ടീഡ് ആണല്ലോ അല്ലേ നമ്മുടെ ഗ്യാരണ്ടിയാണ് സാധനം. എന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അല്ല ഏതായാലേ തൈലം നമുക്ക് തന്നോണ്ട് നമ്മള് വിശ്വസിച്ചിരിക്കല്ലേ. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അഖിലിന്റെ കൂടെ പോകുന്നു എന്റെ കൂടെ വരുന്നു, അവിടെ പോ. ഇവിടെ വെച്ച് നിങ്ങളുടെ രണ്ടിന്റെ കൂടെ ഞാൻ വരും. അത് ശരിയല്ല അല്ലേ? ഒരാളെ തിരഞ്ഞെടുക്കാം. അല്ലേ ഒരാൾ തീർച്ചയായിട്ടും. അല്ല അങ്ങനെയില്ല, ഇപ്പൊ പുള്ളിക്കാരത്തിക്ക് ആഗ്രഹം രണ്ടുപേരാണെങ്കിൽ നടക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പക്രുചേട്ടനോട് ചോദിക്കാൻ വേണമെങ്കിൽ. അല്ല പുള്ളിക്കാരന് ഇപ്പൊ തന്നെ കൊണ്ടുപോയാ കൊണ്ട് പറക്കാനുള്ള ഒരു അതാണ് രണ്ടുപേരുമായിട്ട് പോണെങ്കിൽ അങ്ങനെ പൊക്കോ. അല്ല എനിക്ക് കൊണ്ടുപോയിരുന്നാലും എനിക്ക് വലിയ ചെലവൊന്നും വരില്ല. അങ്ങനെ അരിയും സാധനങ്ങളും മാറ്റി കൊടുക്കണ്ട, ഒരു ക്വാർട്ടറിൽ ഒതുങ്ങും. എനിക്ക് രണ്ടുപേരും വേണം ചേട്ടാ. അപ്പൊ രണ്ടുപേരും ഓക്കെ. ആ എന്നാ ഒരു കാര്യം ചെയ്ത് നമുക്ക് സന്തോഷത്തോടെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനങ്ങളൊക്കെ എടുത്ത് അങ്ങ് നടത്തിക്കോ. ആണോ? അതായിരിക്കും നല്ലത്. തങ്കച്ചേട്ടൻ ഓക്കെയാണ്, അഖിലിന് ഓക്കെയാണെന്ന് ഒന്നുകൂടെ ചോദിച്ചു. അതൊന്നും ഒരു പ്രശ്നം എനിക്ക് ചോദിക്കാൻ നിക്കണം. നമുക്ക് അങ്ങ് വൈൻഡ് ശരി, okay. എന്റെ പക്രുചേട്ടൻ പറഞ്ഞ എനിക്ക് അതിന്റെ അപ്പുറം അങ്ങോട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് അതങ്ങ് നമുക്ക് അവസാനിപ്പിക്കാം. മക്കളെ നിങ്ങളും ജോയിൻ ചെയ്തു, നമുക്ക് അടിച്ചങ്ങ് പൊളിക്കാം. ബായോ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ അഖിലിനും തങ്കച്ചൻ ചേട്ടനും അവർ ആഗ്രഹിച്ച ആ സുന്ദരി അവർ നേടിക്കൊടുത്തിരിക്കുകയാണ്. പാട്ട് അല്ല, തൈലം, ഞങ്ങൾ നല്ല തൈലമാണ്. നാട്ടിലാണെങ്കിൽ 15 കിലോമീറ്റർ ഗ്യാപ്പേ ഉള്ളൂ. നിങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 15 കിലോമീറ്റർ പക്രുചേട്ടാ ഹാലു നമ്മളെ വീടുകൾ തമ്മിൽ 15 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ ആഴ്ചയില് 3 ദിവസം അണ്ണന്റെ വീട്ടിലും 3 ദിവസം എന്റെ വീട്ടിലും നിൽക്കട്ടെ. പിന്നെ ഒരു ദിവസം ഉണ്ട്. പിന്നെ ഒരു ദിവസമെങ്കിലും ഇവർക്ക് റെസ്റ്റ് വേണ്ടേ? ഏതായാലും അപ്പൊ എല്ലാം നിങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഏതായാലും ഈ തൈലത്തിന്റെ എൻഡ് അടിപൊളിയാക്കി, സൂപ്പറായി. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലൈമാക്സ്.